സാർ, ഒരു പുതുയുഗ കേരളത്തിനായിട്ടാണ് ഒരു നയപ്രഖ്യാപനം ഇവിടെ നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ചെറുപ്പക്കാർ ഈ സർക്കാരിനെ വിളിക്കുന്നത് പൂക്കി സർക്കാർ എന്നാണ്. അതുപോലെ തന്നെ ചെറുപ്പക്കാർ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ വിളിക്കുന്നത് പൂക്കി മുഖ്യമന്ത്രി എന്നാണ്. സാർ, എന്താണ് ഈ പൂക്കി എന്നതിന്റെ അർത്ഥം? സ്നേഹനിധിയായ കൂട്ടുകാരൻ എന്നാണ് ഈ പൂക്കി എന്ന പദത്തിന്റെ അർത്ഥം. സാർ, എന്തുകൊണ്ടാണ് ചെറുപ്പക്കാർ ഈ സർക്കാരിനെ പൂക്കി മുഖ്യമന്ത്രി അല്ലെങ്കിൽ പൂക്കി സർക്കാർ എന്ന് വിളിക്കുന്നത്? സാർ, ഈ നയപ്രഖ്യാപനത്തിൽ തന്നെ ആ ചെറുപ്പക്കാർക്ക് ഇഷ്ടമുള്ള ഒട്ടേറെ പദ്ധതികൾ പ്രഖ്യാപിച്ചു എന്നുള്ളത് കൊണ്ടാണ് സാർ അവർ അങ്ങനെ വിളിക്കുന്നത്. ഇപ്പൊ വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വിദ്യാർത്ഥിനി സമൂഹത്തെ ചേർത്ത് പിടിക്കുക എന്നുള്ള ഒരു നയമാണ് ഈ സർക്കാരിന് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ചരിത്രപരമായ പ്രഖ്യാപനമായിരുന്നു ആർത്തവാവധി. നമുക്കറിയാം, ഈ നാട്ടിലെ ചെറുപ്പക്കാരും സ്ത്രീകളും വിദ്യാർത്ഥിനികളും അനുഭവിക്കുന്ന വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിന് വലിയ രീതിയിലുള്ള ഒരു വിപ്ലവം തീർക്കലാണ് ആർത്തവ അവധിയിലൂടെ ഈ സർക്കാർ നൽകിയത്. സാർ, മനുഷ്യച്ചങ്ങല തീർത്ത് നടത്തിയ വ്യാജ നവോത്ഥാനമല്ല ഞങ്ങളുടെ നവോത്ഥാനമെന്ന് ഈ സർക്കാർ അടിവരയിട്ടതാണ് സാർ ഇതുപോലുള്ള പ്രഖ്യാപനങ്ങൾ കൊണ്ട്. PSC റാങ്ക് ലിസ്റ്റിൽ നിയമനത്തിന് വേണ്ടി മുട്ടിലഴിയുന്ന ചെറുപ്പക്കാരെ കേരളം കണ്ടതാണ്. പക്ഷെ ആ ചെറുപ്പക്കാരടക്കം ഈ സർക്കാരിൽ വിശ്വാസം അർപ്പിക്കുകയാണ് സാർ. 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ കൊടുക്കുന്നതിലൂടെ ഈ നാട് ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, ചെറുപ്പക്കാരുടെ പ്രശ്നം, അത് മൈഗ്രേഷനാണ് സാർ. +2 കഴിയുമ്പോൾ തന്നെ ചെറുപ്പക്കാർ ഈ നാട് വിട്ട് പുറത്തേക്ക് പോകാൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് സാർ അവർ അങ്ങനെ ആഗ്രഹിക്കുന്നത്? അവർക്ക് ഈ നാട്ടിൽ നിൽക്കാനുള്ള അവരുടെ ഫെസിലിറ്റീസും അവർക്ക് വേണ്ട സംവിധാനവും ഇല്ലാത്തതുകൊണ്ടാണ് സാർ. അവർക്ക് ഇവിടെ സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ നയം. സാർ, വയോജന വകുപ്പ് ആറന്മുള അടക്കമുള്ള എന്റെ നിയോജക മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്ന ഒന്നാണ്. വയോജന വകുപ്പ് ഒരു വിപ്ലവം തന്നെയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള ആ വകുപ്പ് അത് തീർച്ചയായിട്ടും അതൊരു കെയർ എക്കണോമിയുടെ ഭാഗം കൂടിയാണ് സാർ. ഇവിടെ AI വേണ്ടി പ്രത്യേകമായ ഒരു വകുപ്പ്. നമുക്കറിയാം, ഇപ്പോ BP-യും ഷുഗറും നോക്കണമെങ്കിൽ ആരും ഒരു ക്ലിനിക്കിലേക്ക് പോകേണ്ട ആവശ്യമില്ല, കയ്യിലൊരു വാച്ച് കെട്ടിയാൽ മതി. അങ്ങനെ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പുതിയ വാതായനങ്ങൾ തുറക്കാൻ AI വകുപ്പ് ഇവിടെ തുടങ്ങിയിരിക്കുകയാണ് സാർ. കോവർക്കിംഗ് ഹബ്ബുകൾ നമുക്കറിയാം, നമ്മുടെ നാട്ടും പ്രദേശങ്ങളിൽ ആറന്മുളയിൽ ഇരുന്നു കൊണ്ട് തന്നെ സിലിക്കൺ വാലിയെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള കോവർക്കിംഗ് ഹബ്ബുകൾ നാട്ടുംപുറങ്ങളിൽ വരാൻ പോവുകയാണ്. അത് മാത്രമല്ല, നമ്മുടെ യൂട്യൂബ് റീലുകൾ ഇടുന്ന ആളുകളോട് ഇവിടെ ഫ്രീക്കന്മാരായ ചെറുപ്പക്കാരെന്നാണ് പലരും പറയാനുള്ളത്. പക്ഷേ വിദേശ നാണ്യങ്ങൾ കൊണ്ടുവരുന്ന ആളുകളാണ് അവരെന്നുള്ളത് കൊണ്ട് അവരെയും ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് ഇതുപോലുള്ള ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചതുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രിയെ പൂക്കി മുഖ്യമന്ത്രി എന്നും ഈ സർക്കാരിനെ പൂക്കി സർക്കാർ എന്നും വിളിക്കാനുള്ള കാരണം സാർ. പവർ ഇസ് എ മീൻസ് ഓഫ് പീപ്പിൾസ് ലിബറേഷൻ, ബട്ട് ഇഫ് ഇറ്റ് കംസ് ടു മീൻസ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ then it must be changed. എന്തുകൊണ്ടാണ് സർക്കാർ താഴെ വീഴുന്നത് എന്നുള്ളതിന്റെ ഉത്തരമാണ് ഈ വചനങ്ങൾ. കാരണം അധികാരം ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ അധികാരം ചൂഷണം ചെയ്യാൻ ഉപയോഗിച്ചാൽ അധികാരം തന്ന ജനങ്ങൾ തന്നെ അത് തൂത്തെറിയുമെന്നുള്ളതിന്റെ ഉത്തരമാണ്. എന്തുകൊണ്ട് LDF തോറ്റു എന്നുള്ളത് അതിന്റെ ഉത്തരമാണ് സാർ. സാർ, ഓർക്കുന്നില്ലേ, അവകാശ സമര പോരാട്ടങ്ങളെ ഈ നാടിന്റെ തെരുവീതികളിൽ ധിക്കാരമെന്നും അഹങ്കാരമെന്നും പറഞ്ഞും അടിച്ചമർത്തപ്പെട്ട ഒരു ആഭ്യന്തര വകുപ്പിന്റെ കാലഘട്ടം ഞങ്ങൾ ഓർക്കുകയാണ് സാർ. സാർ, ഞാനടക്കമുള്ള UDYF-ന്റെ UDSF-ന്റെ നേതാക്കന്മാരുണ്ട്. ഞങ്ങളുടെ പേരുകൾ ഈ നിയമസഭയുടെ ഉള്ളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞങ്ങൾ അംഗങ്ങളായിട്ടല്ല സാർ. ഞങ്ങൾ അടക്കമുള്ളവരെ ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിലും നിയമസഭയുടെ മുമ്പിലും അവകാശ സമര പോരാട്ടങ്ങളുടെ പേരിൽ ഞങ്ങൾ നടത്തിയ സമരങ്ങളെ അടിച്ചമർത്തിയ ആഭ്യന്തര വകുപ്പിന്റെ കിരാത നടപടികൾക്കെതിരെയുള്ള ഈ സഭയിലെ പ്രസംഗങ്ങളിലാണ് സാർ ഞങ്ങൾ കോട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ വൺമാൻ ഷോകൾ ഉണ്ടാകില്ല, അത് ഉണ്ടാകാൻ അനുവദിക്കില്ല എന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് ചിരിച്ചാൽ ഇവിടെ ഓരോ ദന്തഗോപുരങ്ങളും ഇവിടെ താഴെ വീഴാൻ പോകുന്നില്ല. ജനാധിപത്യ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ പോകുന്നില്ല. കറുത്ത തുണി പൊക്കി കാണിച്ചാൽ എന്താണ് കുഴപ്പം? 2 കറുത്ത തുണി ഇങ്ങനെ വീശുന്നതല്ലേ, അതിലെന്താണ് ജനാധിപത്യ വിരുദ്ധത എന്ന് ചോദിച്ച ഒരു പാർട്ടി സെക്രട്ടറി ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം മുഖ്യമന്ത്രി ആയി കഴിഞ്ഞപ്പോ കറുത്ത തുണി പൊക്കി കാണിച്ചവരെ പോലീസ് അടിച്ചു എന്ന് മാത്രമല്ല, ഗൺമാന്മാരെ കൊണ്ട് അടിപ്പിച്ച് അവരെ അടിച്ചമർത്തുന്ന ദൃശ്യം നമ്മൾ കണ്ടതാണ്. ആ അടിച്ചമർത്തിയവരെ രക്ഷാപ്രവർത്തനം എന്ന ഓമന പേരിട്ട് വിളിച്ചത് നമ്മൾ കണ്ടതാണ്. പക്ഷേ സാർ, ഞങ്ങൾ പറയുന്നു, രക്ഷാപ്രവർത്തനം എന്ന് നിങ്ങൾ ഓമന പേരിട്ട് വിളിച്ച അതേ രക്ഷാപ്രവർത്തനത്തിന്റെ ഇര AD തോമസ് ഈ 16 നിയമസഭയിൽ ഉണ്ട് സാർ. അന്ന് തല്ലിയ ഗൺമാന്മാർ
അവർ ഈ സർക്കാർ വന്നതിന് ശേഷം ഒളിവിലാണ് സാർ. അവരെ കാണാൻ പോലുമില്ല സാർ. അതുകൊണ്ട് ഇവിടെ അടിച്ചമർത്താൻ ഞങ്ങൾ അനുവദിക്കില്ല സാർ. ഇവിടെ അങ്ങനെ വളഞ്ഞിട്ട് തല്ലുന്ന ഹിഡുംബന്മാരുടെ ഭരണമായിരിക്കില്ല സാർ.